ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഈ മാല ചെയ്തെടുത്തത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. റെഡ് സ്റ്റോണിൽ വളരെ സിമ്പിളായിട്ട് എനിക്കൊരു മാല ചെയ്ത് തരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ ആവശ്യത്തിന് റെഡ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നീട് എന്തെല്ലാം ആവശ്യത്തിനുള്ള സാധനങ്ങൾ വേണം അതെല്ലാം എടുത്തിട്ടുണ്ട്. റെഡ് സ്റ്റോൺ കൂടാതെ ഞാൻ വൈറ്റ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻവിസിബിൾ ചെയിനിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇതുകൊണ്ട് കുറച്ച് പെൻഡൻ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 3 റെഡ് സ്റ്റോണും അതുപോലെ ഒരു വൈറ്റ് സ്റ്റോൺ മുകളിലാക്കി ഒട്ടിച്ചിട്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിമ്പിളായിട്ട് ഒരു പെൻഡൻ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ 5 സെറ്റ് ഞാൻ റെഡിയാക്കി എടുത്തു ആദ്യം. പിന്നീട് തോന്നി ഒരു കമ്മലും കൂടി ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ കമ്മലിനുള്ള ഒരു 4 സെറ്റും കൂടി പിന്നീട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറകിൽ നമുക്ക് ഇതുപോലെ ആണി ഒട്ടിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇൻവിസിബിൾ ചെയിനിൽ. പെൻഡൻ്റെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നാൽ പിന്നെ നമുക്ക് ഇൻവിസിബിൾ ചെയിനിൽ എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഡിസ്റ്റൻസ് ഇട്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു നെക്ലസ് ചെയ്തെടുത്തത്. ആർക്കും പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കമ്മലും കൂടി ചെയ്തെടുക്കാം. കമ്മലിന് കൊളുത്തിട്ട് ജസ്റ്റ് ലോക്ക് ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മുടെ കമ്മൽ റെഡിയായി. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ പെൻഡൻ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ഓക്കെ, ഇത് ഇഷ്ടപ്പെടുവാന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.